കുറഞ്ഞ നാളുകൊണ്ട് ജനപ്രിയ നായകൻ എന്ന പേര് സമ്പാദിക്കുകയും എന്നാൽ പിന്നീട് വന്ന വൻ ആരോപണങ്ങൾ മൂലം പ്രേക്ഷക മനസ്സിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകേണ്ടിയും വന്ന ഒരു നടനാണ് ദിലീപ്. മലയാള ചലച്ചിത്ര ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള തുടർ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു താരമായിരുന്നു ഒരു കാലത്ത് ദിലീപ്. എന്നാൽ ഇന്ന് തുടർ പരാജയങ്ങളാണ് ദിലീപിനെ വേട്ടയാടുന്നത്. പ്രതീക്ഷയോടെ എത്തിയ പല വമ്പൻ പ്രൊജക്ടുകളും തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറി. നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപ് എന്ന നടന്റെ വ്യക്തി ജീവിതത്തിലും അഭിനയ ജീവിതത്തിലും കരിനിഴൽ വീഴ്ത്തിയെങ്കിലും സിനിമകൾ പരാജയപ്പെടുന്നതിന് കേസ് കാരണമാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രാമലീലയുടെ വിജയമാണ്. മികച്ച ദിലീപ് സിനിമകൾക്കായി കാത്തിരിക്കുന്ന ഒരു വലിയ പ്രേക്ഷകർ ഇന്നും ഇവിടെയുണ്ട്. എന്നാൽ ആ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ ദിലീപിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് പരാജയത്തിന്റെ കാരണം. ഈ സാഹചര്യത്തിലാണ് ദിലീപ് സിനിമകളെ കുറിച്ച് രഗീദാർ ബാലൻ എന്നയാൾ മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമായി മാറുന്നത്. ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണെന്നാണ് രഗീദ് കുറിക്കുന്നത്. രഗീദിന്റെ വാക്കുകൾ പ്രകാരം ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ്. അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു. സല്ലാപവും ജോക്കറും കഥാവശീഷനും ഗ്രാമഫോണും അരികയും അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച നടനാണ് ദിലീപ്. അതിഭാവുകത്വവും സ്ലാപ്റ്റിക് കോമഡിയും നിറഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ 2025 വർഷമായത് അദ്ദേഹം അറിഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട് ഇന്നലെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ പാട്ട് കണ്ടപ്പോൾ. പ്രായമുഖത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ബോഡി ഗാർഡ്, മൈ ബോസ് സിനിമയിലെ പോലെ ഉള്ള പാട്ടുകളുടെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. നല്ല രീതിയിൽ ബോറാകുന്നുണ്ട്. പഴയ പോലെ കോമഡികളൊന്നും തന്നെ വർക്ക് ആകുന്നുമില്ല. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് കരിയറിൽ ദിലീപിന് പലപ്പോഴും തിരിച്ചടിയാവുന്നത്. ഒരേ പാറ്റേണിലുള്ള ഫോർമുല സിനിമകളുടെ തടവുകാരനാണ് അദ്ദേഹം ഇപ്പോഴും. 2025 എത്തി നിൽക്കുമ്പോഴും മലയാള സിനിമയുടെ മാറ്റങ്ങൾ അദ്ദേഹം അറിയാതെ പോകുന്നതാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. അതല്ല, പ്രേക്ഷകർക്ക് ഇതും മതി എന്നൊരു തോന്നലുണ്ടാകാം. അരിപ്പൊടി വീഴുന്ന കേക്ക്, തട്ടിത്തെറിപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികൾ, പിന്നെ ഒരു പട്ടിയും സിനിമയിൽ ഉടനീളം ഉണ്ടാകുക, അങ്ങനെ ഒരേ പാറ്റേണിലാണ് സഞ്ചാരം. ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണ്. അദ്ദേഹം ഇപ്പോഴും 15 വർഷം പിറകിലാണ്. ഇപ്പോഴുള്ള മലയാള സിനിമയുടെ കൂടെ ഓടിയെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല. കമ്മാര സംഭവത്തിന്റെ പ്രൊമോഷൻ സമയത്ത് മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്, ദിലീപ് എന്ന നടൻ തന്റെ കഴിവിന്റെ 50% പോലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന്. അതിന് ദിലീപ് എന്ന നടനും കൂടെ വിചാരിക്കണം. തന്റെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പഴംതൊലി തമാശകളും പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടുള്ള പ്രണയഗാനങ്ങളും അരിപ്പടി വീഴുന്ന കേക്ക് തട്ടിത്തെറിപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികളും അല്ല വേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാകണം. പണ്ടൊക്കെ വീട്ടിൽ അമ്മയ്ക്ക് ദിലീപ് സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് ഒരൊറ്റ ദിലീപ് സിനിമകളും അമ്മ മുഴുവൻ കാണാൻ ഇരിക്കാറില്ല. ഇനിയെങ്കിലും താങ്കളുടെ അടുത്ത് വരുന്ന നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. സ്ക്രിപ്റ്റുകളിൽ ഫോഴ്സ്ഫുള്ളി താങ്കൾക്ക് ഇഷ്ടമുള്ള രംഗങ്ങൾ ആഡ് ചെയ്യാൻ പ്രഷർ നൽകാതെ അഭിനയ സാധ്യത ഉള്ള സിനിമകൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് കാണുവാൻ ഇപ്പോഴും ടിവിയിൽ മീശമാധവനും CID മൂസയും ഗ്രാമഫോണും പാണ്ടിപ്പടയും എല്ലാം ഉണ്ട് എന്നൊന്ന് ഓർക്കുക. അതൊക്കെ തന്നെ ഞങ്ങൾ വീണ്ടും കണ്ടുകൊള്ളാം.